Welcome to Prep Scale. So we have been discussing the play Death of a Salesman, and I told you already that I have discussed the first two parts. In the first part I told you about the author, about the characters, about the setting of the play and all those things. The second part I told you about a brief summary of the first act of the play. Then now we are reaching the third part of the play. So here I have included the second act, requiem and major questions we can expect from the play. Okay, let's start here. Act 2, next day. അപ്പം ആക്ട് 1-ൽ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അതായത് ബിഫ് എന്ന് പറയുന്ന മകൻ ഒരു സ്പോർട്ടിംഗ് ഗുഡ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു ഫേമിൻ്റെ ഉടമസ്ഥനായിരുന്നു ബിൽ ഒലിവർ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകണം, 10,000 rupees റിക്വസ്റ്റ് ചെയ്യണം, അത് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ആക്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. നൗ സെക്കൻഡ് ആക്ടിൽ നെക്സ്റ്റ് ഡേ ആണ്. വില്ലി ഈസ് ഇൻ ദ കിച്ചൺ. ലിൻഡ ഈസ് ഹാപ്പി ദാറ്റ് ബോത്ത് വില്ലി ആൻഡ് ചിൽഡ്രൻ ആർ ഒപ്റ്റിമിസ്റ്റിക്. ഓക്കെ, ലിൻഡയ്ക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം അച്ഛനും മക്കളും രണ്ടുപേരും ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാം നല്ലതായി വരും എന്നുള്ള പ്രതീക്ഷയോടെ പുതിയ ഒരു വെഞ്ചറിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവണം മക്കൾ. അതേപോലെ അച്ഛനെന്ത് ചെയ്യുന്നു, വില്ലി ലോമൻ കമ്പനിയിൽ പോയിട്ട് മാനേജറെ കണ്ടിട്ട് എനിക്ക് ഇനി ബോസ്റ്റണിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂ ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് ട്രാവലിംഗ് സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ന്യൂയോർക്കിലേക്ക് ഷിഫ്റ്റ് വേണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലയും പോകുന്നുണ്ട്. സോ ലിൻഡ ഈസ് വെരി ഹാപ്പി അബൌട്ട് ദ ഒപ്റ്റിമിസ്റ്റിക് നോട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ഇൻ ദ എയർ ഇൻ ദ ഫാമിലി. വില്ലി തിങ്സ് ഓഫ് ബൈയിങ് എ ലിറ്റിൽ പ്ലേസ് ഇൻ ദ കൺട്രി. ഓക്കെ, കുറച്ചൊരു സ്ഥലം വാങ്ങണം എന്നൊക്കെ ഒരു പ്ലാനിലേക്ക് വില്ലി എത്തിയിട്ടുണ്ട്. വില്ലി സേസ് ഹി ഈസ് ഗോയിങ് ടു മീറ്റ് ഹവാർഡ് ആൻഡ് റിക്വസ്റ്റ് ഹിം ടു ടേക്ക് ഹിം ഓഫ് ഫ്രം ദ റോഡ് ഓർ ടു പ്ലേസ് ഹിം ഇൻ ന്യൂയോർക്ക്. അപ്പോൾ വില്ലിയുടെ പ്ലാൻ എന്താണ്? കുറച്ച് സ്ഥലം വാങ്ങണം വില്ലേജിൽ എവിടെയെങ്കിലും. ഓക്കെ, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മാനേജറായിട്ടുള്ള ഹവാർഡ് വാഗ്നറിനെ കണ്ടിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, റോഡിൽ നിന്നും എന്നെ എന്ത് ചെയ്യണം, ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ജോലി. കാരണം ഇനിയും എനിക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ട്രാവലിംഗ് സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അറിയിക്കണം. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും ന്യൂ ഇംഗ്ലണ്ടിലേക്ക് ഇനിയും പോയി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ന്യൂയോർക്കിൽ എവിടെയെങ്കിലും ഒരു ഏരിയ തന്നിട്ട് അവിടെ വർക്ക് ചെയ്യാൻ അനുവദിച്ചാലും മതി എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലിൻഡ ഗെറ്റ്സ് എ ഫോൺ കോൾ ഫ്രം ബിഫ് റിഗാർഡിംഗ് ദ ട്യൂബ് റിമൂവ്ഡ് ഫ്രം ദി ഗ്യാസ്. അപ്പോൾ നേരത്തെ ലിൻഡ പറഞ്ഞിരുന്നു എന്ത്, നിങ്ങളുടെ അച്ഛൻ മുമ്പ് തന്നെ 2 പ്രാവശ്യം സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് കാറ് വളരെ റഫായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് അങ്ങനെ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതേപോലെ ഗ്യാസ് ട്യൂബിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് അങ്ങനെയും സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ബിഫിനോട് പറഞ്ഞിരുന്നു ലിൻഡ. ഓക്കെ, സോ നൗ ലിൻഡ ഈസ് റിസീവിങ് എ ഫോൺ കോൾ ഫ്രം ബിഫ്. അങ്ങനെ ബിഫ് പറയുകയാണെന്ത്, അച്ഛൻ കണക്ട് ചെയ്തിരുന്ന ആ പൈപ്പ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. വില്ലി ഈസ് മീറ്റിംഗ് വിത്ത് ഹവാർഡ് വാഗ്നർ. അപ്പോൾ അറിയാലോ എന്തൊക്കെയാണ് റിക്വസ്റ്റ്. ഒന്ന്, ഒരു ട്രാവലിംഗ് സെയിൽസ്മാനായിട്ടുള്ള ജോലിയിൽ നിന്നും മാറ്റിയിട്ട് ഓഫീസ് ജോലി തരണം. ഓക്കെ, അത് സാധ്യമല്ലെങ്കിൽ എന്ത് വേണം, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ വില്ലി വർക്ക് ചെയ്യുന്നത് ട്രാവലിംഗ് സെയിൽസ്മാനായിട്ട് ന്യൂ ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് എന്നെ ഇങ്ങോട്ട് എത്തിക്കെങ്കിലും വേണം, എങ്ങോട്ട്, ന്യൂയോർക്കിലേക്ക് പ്ലേസ് ചെയ്യെങ്കിലും വേണം. ഓക്കെ, സോ വില്ലി ഈസ് മീറ്റിംഗ് വിത്ത് ഹവാർഡ് വാഗ്നർ. വില്ലി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഫേം സിൻസ് ദ ചൈൽഡ്ഹുഡ് ഓഫ് ഹവാർഡ്, ഈവൻ നെയിംഡ് ഹിം, ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ നൗ. അങ്ങനെ ഇപ്പോഴത്തെ മാനേജറായിട്ടുള്ള ഹവാർഡ് വാഗ്നറിൻ്റെ കുട്ടിക്കാലം മുതലേ തന്നെ ആ കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ് ആര്, വില്ലി ലോമൻ. എന്തിന്, ഹവാർഡ് വാഗ്നർ അവൻ്റെ അച്ഛൻ്റെ കൂടെ കമ്പനിയിലേക്ക് വന്ന സമയത്ത് അവൻ്റെ പേര് ഹവാർഡ് വാഗ്നർ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത പോലും ആരാണ്, വില്ലി ലോമനാണ്. പക്ഷേ അതൊന്നും ഹവാർഡ് വാഗ്നർ ഇപ്പോൾ പരിഗണിക്കുന്നേ ഇല്ല. അതുകൊണ്ടെന്നുള്ള ഒരു പരിഗണനയും വില്ലി ലോമന് അവിടെ നിന്ന് കിട്ടുന്നില്ല. ഹെൽപ്ലെസ് ഇൻ എ ഫിറ്റ് ഓഫ് ആങ്കർ വില്ലി ഷൗട്ട്സ് അറ്റ് ഹവാർഡ് ആൻഡ് ഗെറ്റ്സ് ഫയേർഡ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, വളരെ ഹെൽപ്ലെസ് ആയിട്ട്, അതായത് വില്ലി ലോമൻ അവൻ്റെ റിക്വസ്റ്റുകളെല്ലാം നിരത്തി ആരുടെ മുമ്പിൽ, ഹവാർഡ് വാഗ്നറിൻ്റെ മുമ്പിൽ. പക്ഷേ ഹവാർഡ് വാഗ്നർ അതിനൊന്നും വഴങ്ങാൻ തയ്യാറല്ല. അങ്ങനെ
ഹവാർഡ് വാഗ്നറിൻ്റെ അച്ഛനായിട്ടുള്ള ഫ്രാങ്ക് വാഗ്നർ ഉണ്ടായ സമയത്ത് വില്ലി ലോമൻ ഇവിടുത്തെ ജോലി സ്ഥിരപ്പെടുത്തുമെന്നും പ്രത്യേക പരിഗണന കിട്ടുമെന്നൊക്കെ പ്രോമിസ് ചെയ്തിരുന്നു. അതൊക്കെ ഹവാർഡ് വാഗ്നറിനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും ഹവാർഡ് വാഗ്നർ വഴങ്ങാൻ തയ്യാറല്ല. ഓക്കെ, ആ സമയത്ത് ഭയങ്കര ഒരു ദേഷ്യം വന്നിട്ട് വില്ലി എന്ത് ചെയ്തു? ഹി ഷൗട്ട്സ് അറ്റ് ഹവാർഡ് വാഗ്നർ. അതിൻ്റെ റിസൾട്ടായിട്ട് വില്ലി ഗെറ്റ്സ് കിക്ക്ഡ് ഓഫ്. ഓക്കെ, വില്ലി ഗെറ്റ്സ് ഫയേർഡ് ഫ്രം ഹിസ് ജോബ്. അങ്ങനെയുള്ള ജോലിയും വില്ലിക്ക് നഷ്ടപ്പെട്ടു. ഹവാർഡ് ഈസ് എ സിംബൽ ഓഫ് പ്രോഗ്രസ് ആൻഡ് ഇന്നൊവേഷൻ അൺലൈക്ക് വില്ലി. കാരണം ഹവാർഡിൻ്റെ ഓഫീസിൽ തന്നെ ഒരുപാട് ടെക്നോളജീസും ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും ഉപകരണങ്ങളും ഒരുപാടുണ്ട്. ഓക്കെ, അത് കാണിക്കുന്ന എന്താണ്? അവന് ഈ ഒരു ഇൻഡസ്ട്രിയൽ വേൾഡിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? ഹവാർഡ് വാഗ്നർ. ഓക്കെ, അതേസമയത്ത് വില്ലിയാണെന്നുണ്ടെങ്കിലോ എം ടി ആണ്. ഓക്കെ, സോ ദേ ആർ ഫോയിൽ ക്യാരക്ടേഴ്സ്. വില്ലി talks of past promises from Frank Wagner. Machines in Howard's office. It is suggestive. വില്ലീസ് ഹാലൂസിനേഷൻസ്. വീണ്ടും വില്ലിക്ക് ഹാലൂസിനേഷൻസ് ഉണ്ട്. എന്ത്? ബെൻ എപ്പിയർ ചെയ്യുന്നതായിട്ട് വീണ്ടും അവന് ഫീൽ ചെയ്യുന്നു, സംസാരിക്കുന്നു ബെന്നുമായിട്ട്. ബെൻ എൻറ്റേഴ്സ്. ലിൻഡ ആസ്ക്സ് വില്ലി ടു സ്റ്റേ ഇൻ ന്യൂയോർക്ക് ആൻഡ് സേസ് ദാറ്റ് നോട്ട് എവറി വൺ ഹാസ് ടു കോൺകർ ദ വേൾഡ് and reminds him of Frank's word that one day he will be a member of the firm. അങ്ങനെ ഹവാർഡ് വാഗ്നറുമായിട്ടുള്ള മീറ്റിംഗും കഴിഞ്ഞു വില്ലി ലോമൻ വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ മീറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്തായി എന്നുള്ള കാര്യമൊക്കെ ലിൻഡയോട് പറഞ്ഞു. അപ്പോൾ ലിൻഡ വീണ്ടും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ടെൻസ്ഡ് ആവണ്ട, വറീഡ് ആവണ്ട. ഓക്കെ, കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ മേധാവി ഫ്രാങ്ക് വാഗ്നർ പറഞ്ഞിട്ടുണ്ടെന്ത്? ഒരിക്കൽ നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെമ്പറായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, സോ ഡോണ്ട് വറി. മാത്രമല്ല എല്ലാവരും ഇപ്പം ലോകം കീഴടക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, വി ജസ്റ്റ് ഹാവ് ടു ഏൺ മണി ഫോർ അവർ ലിവ്ലിഹുഡ്. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് ഭാര്യ ഭർത്താവിനെ. നൗ ബിഫ്സ് ബേസ്ബോൾ ഗെയിം അറ്റ് എബറ്റ് ഫീൽഡ്. അങ്ങനെ ബിഫ് ഇപ്പോഴും എന്താണ്? ബേസ്ബോൾ കളിക്കാറുണ്ട്. ഇതൊരു പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ബിഫ് ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ബേസ്ബോൾ പ്ലെയറും ആയിരുന്നു. ഓക്കെ, വില്ലി സേസ് ദാറ്റ് ചാർലി കനോട്ട് കം ഇൻ ദ കാർ ടു എബറ്റ് ഫീൽഡ്, ബട്ട് ചാർലി ഡസ് നോട്ട് ഈവൻ റിമെമ്പർ ബിഫ്സ് ഗെയിം. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്കാലമാണ് പറയുന്നത്, ബിഫിൻ്റെയും ഹാപ്പിയുടെയും. അപ്പോൾ ബിഫ് ഒരു സൂപ്പർ ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. അങ്ങനെ അവൻ്റെ ഒരു ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നുണ്ട് എബറ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്. സോ ദാറ്റ് പ്ലേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എബറ്റ് ഫീൽഡ് ഏത് ഗെയിമാണ്? ബേസ്ബോൾ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഇൻ എബറ്റ് ഫീൽഡ്. അങ്ങനെ അയൽവാസിയായിട്ടുള്ള ചാർലിയോട് വില്ലി പറയാണ്, ചാർലിക്ക് കാറിൽ വരാൻ കഴിയൂല കേട്ടോ, കാരണം കാറിൽ ഓൾറെഡി വേറെ ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാർലി ഒന്നും അറിയാത്ത പോലെ എങ്ങോട്ട് പോവാൻ, എന്തിനു പോവാൻ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പം വില്ലി ലോമന് ഭയങ്കര ഹേർട്ടായി മാറി. കാരണം വില്ലി ലോമൻ്റെ ഭയങ്കര അഭിമാനമായിട്ടുള്ള മകൻ്റെ ഗെയിം ടൂർണമെൻറ്റ് നടക്കാൻ പോവുകയാണ് എബറ്റ് ഫീൽഡിൽ. അതുപോലും ചാർലി ആയിട്ടുള്ള അത്രയും അടുത്ത ഒരു നൈബറായിട്ട് പോലും ചാർലി ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് വില്ലി ലോമൻ അതൊരു ഹേർട്ടായിട്ട് ഫീൽ ചെയ്യുകയാണ്, ഒരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യുകയാണ്. ഇറ്റ് ഇൻസൾട്ട്സ് വില്ലി. ചാർലി സേസ് ദാറ്റ് ബെർണാഡ് ഈസ് ഗോയിങ് ടു ആർഗ്യൂ ഇൻ ദ സുപ്രീം കോർട്ട്. അങ്ങനെ ചാർലി പറയുകയാണെന്ത്? എൻ്റെ മകൻ സുപ്രീം കോർട്ടിൽ വാദിക്കാൻ പോവുകയാണ് ലോയറായിട്ട്. ചാർലി ഓഫേഴ്സ് എ ജോബ് ടു വില്ലി, ബട്ട് അഗെയിൻ ഹി റിഫ്യൂസസ് ടു അക്സെപ്റ്റ്. അങ്ങനെ ചാർലിയും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്ക് ചാർലിയുടെ പല കമൻറ്റുകളും വില്ലിയെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത് വില്ലിയുടെ മകൻ്റെ ടൂർണമെൻറ്റിനെ കുറിച്ച് ചാർലി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന് ചാർലിയുടെ മകനാണെങ്കിലോ സുപ്രീം കോർട്ടിൽ വാദിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വില്ലിക്ക് ഞാൻ നിനക്കൊരു ജോലി തരട്ടെ എന്ന് വില്ലിയോട് ചോദിക്കുന്നതൊക്കെ വില്ലിയെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ചാർലി ക്രിട്ടിസൈസസ് വില്ലി ഫോർ ഹിസ് ഡ്രീമി ലൈഫ്, അമേരിക്കൻ ഡ്രീം. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഡ്രീമിൽ ലീഡ് ചെയ്യുന്നത് ആരാണ് ഇവിടെ? പ്രധാനമായിട്ടും വില്ലി ലോമനാണ്. ഓക്കെ, വില്ലി ലോമൻ്റെ അതേ ടെൻഡൻസീസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ മക്കളിലുണ്ടെങ്കിൽ പോലും അമേരിക്കൻ ഡ്രീം എന്നുള്ള കോൺസെപ്റ്റായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം വില്ലി ലോമൻ്റെ തന്നെയാണ്. വില്ലി ഈസ് ഇൻ ടിയേഴ്സ്.
ചാർലി ഈസ് ഹിസ് ഓൺലി ഫ്രണ്ട്. അങ്ങനെ ചാർലിയുമായിട്ട് ചെറിയൊരു പിണക്കും അവിടെ സംഭവിക്കുന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ചാർലി മാത്രമേ ഒരു കൂട്ടുകാരനായിട്ടുള്ളൂ എന്നുള്ള ചിന്ത വില്ലിൻ്റെ മനസ്സിലേക്ക് വരികയും അങ്ങനെ വില്ലി കരയുകയും ചെയ്യുന്നുണ്ട്. വില്ലി സേസ് ദാറ്റ് എ പേഴ്സൺ ഈസ് വർത്ത് മോർ ഡെഡ് ദാൻ അലൈവ്. ഓക്കെ, എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുകയാണ് എന്ന് പോലും അവൻ ഇടയ്ക്ക് പറയുന്നുണ്ട് വില്ലി ലോമൻ. ഓക്കെ, ഇത് വളരെ ഒരു ഫോർ ഷാഡോയിങ് ടെക്നിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫോർ ഷാഡോയിങ് എന്താണ്, ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൂചന തരികയാണ്. അതായത് വില്ലി ഈസ് ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അതാണ് ഇവിടെ ഈ ഡയലോഗിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. ഫോർ ഷാഡോസ് ദ ഇംപെൻഡിങ് ട്രാജഡി. അറ്റ് ദ റെസ്റ്റോറൻറ്റ് ബിഫ് ടു ഹാപ്പി. Oliver did not remember him and just walked away. He stole his fountain pen during the meeting. അങ്ങനെ വില്ലി ലോമൻ ഹവാർഡ് വാഗ്നറെ കണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഉള്ള ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയും ചെയ്തു. അതേ ദിവസം തന്നെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, മക്കളിൽ ബിഫ്, അവൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ആര്, ബിൽ ഒലിവർ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. പുതിയ ബിസിനസ് വേണ്ടിയിട്ട് $10,000 കടം വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ അനുഭവം എന്തായിരുന്നു, അവനെ കണ്ട പരിചയം പോലും ഭാവിക്കാതെ ബിൽ ഒലിവർ അങ്ങ് കടന്നു കളഞ്ഞു. ഓക്കെ, അങ്ങനെ ആ ഒരു ദേഷ്യം കാരണം എന്ത് ചെയ്തു, ബിൽ ഒലിവറിൻ്റെ പേന മോഷ്ടിച്ചിട്ടാണ് അവിടുന്ന് ബിഫ് പോകുന്നത്. സോ ബിഫ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ബിഫ് ഈസ് എ ക്ലെപ്റ്റോമാനിയാക്ക്. ഓക്കെ, ദർ ഇസ് എ ടെൻഡൻസി ടു സ്റ്റീൽ ഓൾവേസ്. ബോത്ത് ഡിസൈഡ് ടു ടെൽ ദിസ് ടു വില്ലി ദാറ്റ് ഡേ ഇറ്റ് സെൽഫ്. അങ്ങനെ ബിൽ ഒലിവറിനെ കാണാൻ പോയതും മീറ്റിംഗ് നടക്കാതെ പോയതും ഒക്കെ ഇന്ന് രാത്രി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അച്ഛനോട് പറയാം എന്ന് രണ്ട് മക്കളും പ്ലാൻ ചെയ്യുന്നുണ്ട്. വില്ലി ടെൽസ് ദെം ദാറ്റ് ഹി ഹാസ് ബീൻ ഫയേർഡ്. അങ്ങനെ വില്ലിയും മക്കളെ ഒന്ന് മീറ്റ് ചെയ്യുന്നു. മക്കളോട് അവൻ പറയുന്നു എന്ത്, എന്നെ ഉള്ള ജോലിയും കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ബിഫ് ആൻഡ് വില്ലി ഫൈറ്റ്. വില്ലി തിങ്സ് ബിഫ് ഹാസ് ഇൻസൾട്ടഡ് ബിൽ. ഓക്കെ, അങ്ങനെ അപ്പോൾ ബിഫ് പറയുന്നത്, എനിക്കും പോയിട്ട് വല്ല കാര്യമൊന്നും ഉണ്ടായില്ല, ലോണൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വില്ലി ദേഷ്യപ്പെടും. കാരണം നീ ഒന്ന് മാന്യമായിട്ട് ബില്ലിനോട് പെരുമാറിയിരുന്നുവെങ്കിൽ ബിൽ ഒലിവർ നിനക്ക് ഒരു പക്ഷേ ആ ലോൺ തരുമായിരുന്നു. നീ അവന് വല്ലാതെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും എന്ത് നിനക്ക് ബിൽ ഒലിവർ ലോൺ തരാതെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും. സൺസ് ഗോ വിത്ത് 2 girls ലീവിങ് വില്ലി അലോൺ. അപ്പോൾ ഈ ഒരു അച്ഛനും മക്കളും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു ഫൈറ്റിൻ്റെ സീനിലേക്ക് എത്തിയല്ലോ. അഗെയിൻ ദ സൺസ് ഗോ വിത്ത് 2 girls ലീവിങ് ദെയർ ഫാദർ അലോൺ. അച്ഛനൊരു പരിഗണന പോലും കൊടുക്കാതെ പെൺകുട്ടികളുടെ കൂടെ മക്കളങ്ങ് ഇറങ്ങിപ്പോകും. ഹാപ്പി ഡിനൈസ് ദാറ്റ് വില്ലി ഈസ് ദിയർ ഫാദർ. അങ്ങനെ ആരോ ഇടയ്ക്ക്, ആ ഒരു ഹോട്ടൽ സീനാണിത്. അപ്പോൾ ആ സമയത്ത് ആരോ വന്നിട്ട് ചോദിക്കുന്നത് ഇത് ആരാന്നൊക്കെ ചോദിക്കുന്ന ബഹളം കേൾക്കുമ്പോൾ, അപ്പം ഹാപ്പി പറയുന്നുണ്ട്, ഏതോ ഒരു കിളവൻ എന്ന രീതിയിൽ സംസാരിക്കുന്നത്. സ്വന്തം അച്ഛനാണെന്ന് പോലുള്ള പരിഗണന പോലും ഓക്കെ വില്ലിക്ക് ഹാപ്പി കൊടുക്കുന്നില്ല. അതും വില്ലിയെ വല്ലാതെ അങ്ങ് ഹേർട്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്റ്. വില്ലി, hotel in Boston. Young Biff arrives to beg his father to request Mr. Birnbaum to pass him in maths. അപ്പോൾ നേരത്തെ പാസ്റ്റിലെ സീന് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബിഫ് മാത്സിൽ വളരെ വീക്കായിരുന്നു. അപ്പോൾ ബേർണാഡ് വന്ന് പറയുമായിരുന്നു എന്ത്, മിക്കവാറും ബിഫ് മാത്സിൽ ഫെയിലായി പോകും ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ടൈമിൽ, എക്സാമിന് ശേഷം ബിഫ് അച്ഛനെ വന്ന് കാണുകയാണ്. ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവൻ്റെ ആവശ്യം എന്താണ്, വില്ലി ലോമൻ വന്നിട്ട് മാത്സ് ടീച്ചറെ കാണണം. മാത്സ് ടീച്ചറുടെ പേരെന്താണ്, മിസ്റ്റർ ബേൺബോം. എന്തിനാണ് കാണേണ്ടത്, എന്നിട്ട് അച്ഛൻ ഈ മാത്സ് ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്യണം, എൻ്റെ മകനെ ഒന്ന് ജയിപ്പിച്ചേക്കണേ മാത്സിൽ എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനും ബോസ്റ്റണിലെ ഒരു ഹോട്ടലിലേക്ക് വരികയാണ്. ഹി ഫൈൻഡ്സ് ഔട്ട് എ വുമൺ ഇൻ ദ ബാത്റൂം ആൻഡ് ക്രൈസ്. അപ്പം അച്ഛൻ്റെ റൂമിൽ എന്ത് ചെയ്യുന്നു, ബാത്റൂമിൽ ഒരു പെണ്ണ് കുളിക്കുന്ന സൗണ്ടാണ് ഇവൻ കേൾക്കുന്നത്. ഓക്കെ, അതോട് കൂടിയിട്ട് അച്ഛൻ്റെ തനി സ്വഭാവം മകന് മനസ്സിലാവുകയും ചെയ്തു. അവൻ ആ ഒരു വിഷമം കാരണം കരയുകയും ചെയ്യുന്നു. വില്ലീസ് ജസ്റ്റിഫിക്കേഷൻ ബട്ട് ഇൻ വെയിൻ. വില്ലി പല രീതിയിലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തെറ്റായ ബന്ധമൊന്നും ആ സ്ത്രീയോടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അതൊന്നും അവിടെ ഒന്നും സക്സസ്ഫുൾ ആവുന്നില്ല. വില്ലി ത്രോസ് ദ വുമൺ ഔട്ട്. ഷീ യെൽസ് അറ്റ് ഹിം അബൌട്ട് ഹിസ് ഫോൾസ് പ്രോമിസസ്.
അങ്ങനെ മകൻ്റെ മുമ്പിൽ അങ്ങ് ഇൻസൾട്ടഡായി ഫീൽ ചെയ്ത സമയത്ത് വില്ലി എന്ത് ചെയ്യുന്നു, അത്രയും സമയം ആ പെണ്ണിൻ്റെ കൂടെ കിന്നരിച്ചിരുന്ന വില്ലി ആ പെണ്ണിനെ അങ്ങ് തള്ളി പറയാൻ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനൊരു അച്ഛനെ കണ്ടിട്ടാണ് ഈ മക്കളും വളരുന്നത്. അതുകൊണ്ടാണ് എന്ത്, ഹാപ്പിയെ പറ്റിയും അവൻ്റെ അമ്മയുടെ കംപ്ലൈൻ്റ് ഉണ്ട്, വളരെ മോശമായിട്ടാണ് ഹാപ്പി ഗേൾസിനോട് പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് അവരുടെ ഐഡിയൽ ആരാണ്, അവരുടെ ഫാദറാണ്. ഫാദർ ഈസ് വെരി മോറലി വീക്ക്. ദെൻ ദ റെസ്റ്റോറൻറ്റ്. സ്റ്റാൻലി ഹെൽപ്സ് വില്ലി, ടെൽസ് ദാറ്റ് ഹിസ് സൺസ് ഹാവ് ലെഫ്റ്റ് വിത്ത് ഗേൾസ്. അങ്ങനെ തൊട്ട് മുമ്പ് നടന്ന സീനുണ്ടല്ലോ, അതായത് രണ്ട് മക്കളും അച്ഛനുമായിട്ട് ചെറിയൊരു ഫൈറ്റ് വരുന്നു. അങ്ങനെ അച്ഛനെ ഒറ്റക്കാക്കിയിട്ട് മക്കളെന്ത് ചെയ്യുന്നു, ഹാപ്പിയും ബിഫും ഗേൾസിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടോ പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷമാണ് സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിലൊരു വെയിറ്ററാണ്. ആ വെയിറ്റർ വില്ലിയെ സഹായിക്കുകയാണ്. വില്ലിയോട് പറയുന്നു, നിങ്ങളിനി മക്കളെ വെയിറ്റ് ചെയ്യേണ്ട, മക്കൾ ഏതോ ഗേൾസിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വില്ലി ഗോസ് ടു ദ സീഡ് സ്റ്റോർ. വിത്തുകൾ വാങ്ങാൻ വേണ്ടിയിട്ടൊരു കടയിലേക്ക് പോവുകയാണ് വില്ലി. ബിഫ് ആൻഡ് ഹാപ്പി ആർ ഹോം. ലിൻഡ ഷൗട്ട്സ് അറ്റ് ദെം ഫോർ ദിയർ കെയർലെസ്നെസ്. അങ്ങനെ ബിഫും ഹാപ്പിയും ഗേൾസിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പറയും. സോ ലിൻഡ ഈസ് സ്കോൾഡിങ് ബോത്ത് ദ ചിൽഡ്രൻ because of their carelessness towards their father. Willie, planting the seeds in the garden, imagines talking to Ben about his funeral gathered by many. അങ്ങനെ വില്ലിയും വീട്ടിലെത്തി അവിടെ ഗാർഡനിൽ ഏതോ വിത്തുകൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ എന്ത് ചെയ്യുന്നു, ഒരു ഹാലൂസിനേഷൻ, അവൻ്റെ കിനാവിൽ, അവൻ്റെ ഇമാജിനേഷനിൽ ബെൻ അപ്പിയർ ചെയ്യുന്നു. അങ്ങനെ ബെന്നിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്, വില്ലി ലോമൻ. പറയുന്നത് എന്താണ്, വില്ലി ലോമൻ്റെ മരണാനന്തര ചടങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ശവസംസ്കാര ചടങ്ങിനകത്ത് ഒരുപാട് പേര് പങ്കെടുക്കും. ഞാൻ ബോസ്റ്റണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ ഒരുപാട് പരിചയക്കാരുണ്ട്, അവരൊക്കെ എൻ്റെ ശേഷക്രിയയിൽ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെൻ കോൾസ് ഹിം എ കവാർഡ് ഇഫ് ഹി കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ബെൻ തിരിച്ച് പറയുന്നുണ്ട് എന്ത്, നീ സൂയിസൈഡിനെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്, ഇഫ് യു ആർ കമ്മിറ്റിങ് സൂയിസൈഡ് നീ ഒരു ഭീരു തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദർ ഇസ് ഡയലോഗ് ബിറ്റ്വീൻ ബിഫ് ആൻഡ് വില്ലി. മകനും അച്ഛനും തമ്മിൽ ഒരു ഡയലോഗ് നടക്കുന്നുണ്ട്. ബിഫ് വാസ് ഇൻ ജയിൽ ഫോർ 3 months ഫോർ സ്റ്റീലിങ് എ സൂട്ട്. എവിടുന്നോ ഒരു സൂട്ട് മോഷ്ടിച്ച കാരണത്താൽ 3 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുമുണ്ട് ബിഫിന്. ബിഫ് ക്രൈസ് ഔട്ട് ആസ്കിങ് വില്ലി ടു ഗിവ് അപ്പ് ഹിസ് ഡ്രീം. ബട്ട് വില്ലി തിങ്സ് ബിഫ് ഈസ് സ്റ്റിൽ എ ചൈൽഡ് ഡിപ്പെൻഡിങ് ഓൺ ഹിം. അങ്ങനെ ബിഫിൻ്റെ ഒരു പ്രാന്ത് വരും അച്ഛനോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ബിഫ് പറയുന്നുണ്ട്, അച്ഛാ ഇനിയെങ്കിലും ആ ഡ്രീമിൽ നിന്ന് എണീറ്റ് വരും നിങ്ങൾ. ഓക്കെ, എപ്പോഴും ബെൻ എന്ന് പറയുന്ന ബ്രദറോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആര്, വില്ലി ലോമൻ. സോ ബിഫ് ഈസ് ആസ്കിങ് ഹിസ് ഫാദർ ടു ഗെറ്റ് അപ്പ് ഫ്രം ദ ഡ്രീം. ബട്ട് വില്ലി തിങ്സ് ബിഫ് ഈസ് സ്റ്റിൽ എ ചൈൽഡ് ഡിപ്പെൻഡിങ് ഓൺ ഹിം. ഹാപ്പി വാസ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് സെറ്റിൽ ഡൗൺ. അങ്ങനെ ഹാപ്പി എന്ത് ചെയ്യും, പറയും ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, സെറ്റിൽഡ് ആവണം. ഓക്കെ, ആ രീതിയിലൊരു പ്രാക്ടിക്കൽ സൊല്യൂഷനിലേക്ക് ഹാപ്പി ഏകദേശം എത്തുന്നുണ്ട്. എവരിബഡി ഗോസ് ടു ബെഡ് എക്സെപ്റ്റ് വില്ലി. അങ്ങനെ ആ ഒരു ഡയലോഗ് അവിടെ ഏകദേശം അവസാനിക്കുമ്പോൾ എല്ലാവരും ഗാർഡനിലായിരുന്നല്ലോ, അവർക്ക് ഗാർഡനിൽ നിന്നും കിടക്കാൻ വേണ്ടി പോവുകയാണ് റൂമിലേക്ക്. രാത്രിയാണ്. വില്ലി മാത്രം ഇപ്പോഴും ഉള്ളത് എവിടെയാണ്, അവിടെ ഗാർഡനിൽ തന്നെയാണുള്ളത്. വില്ലി ടോക്സ് ടു ബെൻ, റഷസ് ഔട്ട് ഓഫ് ദി ഹൗസ് ആൻഡ് സ്പീഡ്സ് ഔട്ട് ഇൻ ഹിസ് കാർ. അങ്ങനെ ബെന്നിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വില്ലി. ഓക്കെ, ഹി കണ്ടിന്യൂസ് ടോക്കിംഗ് ടു വില്ലി ഇൻ ഹിസ് ഹാലൂസിനേഷൻ, ഇൻ ഹിസ് ഡ്രീം. പെട്ടെന്ന് എന്ത് ചെയ്യും, വില്ലി ലോമൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ഓടിപ്പോകുന്നു. കാറെടുത്തിട്ട് വളരെ റഫായിട്ട് ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങ് പോകുന്നു. ഹാപ്പി ആൻഡ് ബിഫ് കം ഡൗൺ സ്റ്റേഴ്സ്. ആ ബഹളം കേട്ടിട്ട് 2 മക്കളും ഓടി വരുന്നു. ലിൻഡ വാക്സ് ഔട്ട് ഇൻ മോർണിംഗ് ക്ലോത്ത്സ് ആൻഡ് പ്ലേസസ് ഫ്ലവേഴ്സ് അറ്റ് വില്ലീസ് ഗ്രേവ്. പിന്നത്തെ സീനിൽ കാണുന്നത് എന്താണ്, ലിൻഡ ലോമൻ ഒരു ഭർത്താവിൻ്റെ മരണത്തിലുള്ള ദുഃഖം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ധരിച്ചിട്ട്, വെള്ള വസ്ത്രം ധരിച്ചിട്ട് വില്ലിയുടെ ഗ്രേവിൽ വന്നിട്ട് ഫ്ലവേഴ്സ് അർപ്പിക്കുന്ന ഒരു സീനാണ് പിന്നെ കാണുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നേരത്തെ വില്ലി ലോമൻ വളരെ ഫാസ്റ്റായിട്ട് റഫായിട്ട് വണ്ടി ഓടിപ്പോയല്ലോ. സോ ആ ഒരു ഡ്രൈവിങ്ങിൽ എന്ത് ചെയ്തു, ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഇറ്റ് വാസ്
deliberate attempt. Okay, in that accident he dies. Okay, and towards the end of the play there is a funeral ceremony of വില്ലി ലോമൻ. ഇനി റിക്വിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതോട് കൂടിയിട്ട് പ്ലേ ഏകദേശം അവസാനിച്ചു. ഇനി എന്ത് സംഭവിക്കുന്നു? ഓക്കെ, അവിടെ പ്രൊട്ടാഗണിസ്റ്റ് ഡൈഡ്. ഓക്കെ, ഹു വാസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി പ്ലേ? വില്ലി ലോമൻ. ഹി ഡൈഡ്. നൗ വാട്ട് ഹാപ്പൻസ്? ആ ലാസ്റ്റുള്ള ചെറിയൊരു സംഗതിയും കൂടി പറയുന്നതാണ് എന്ത്? ആ ഒരു ഭാഗമാണ് റിക്വിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വില്ലീസ് ഫ്യൂണറൽ അറ്റൻഡഡ് ഓൺലി ബൈ ഹിസ് ഫാമിലി ആൻഡ് ചാർലി. വില്ലിയുടെ ഇമാജിനേഷനിൽ എന്തായിരുന്നു? അവൻ ഒരുപാട് പേരോട് പരിചയമുണ്ട്, ട്രാവലിംഗ് സെയിൽസ്മാൻ ആയതുകൊണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ ഒരുപാട് പേര് വരും. പക്ഷേ ആക്ച്വലി ഓൾ ദോസ് തിങ്സ് വെയർ ഓൺലി ഹിസ് ഇമാജിനേഷൻ, unrealistic imagination. Okay, and actually his funeral ceremony was attended only by his family members and Charlie. Linda says that they have made their final house payment and are free and clear after 35 years. അതായത് ഇവൻ്റെ മരണശേഷം അവന് ഫാമിലിക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ, ഇൻഷുറൻസ് കിട്ടുമല്ലോ. കാരണം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകും. സോ ബിക്കോസ് ഓഫ് വില്ലി ലോമൻസ് ഡെത്ത് the family might have got some money. Okay, and out of that money they have paid the full amount for their house. ഇതുവരെ താമസിച്ചത് ഇൻസ്റ്റാൾമെൻറ്റിലായിരുന്നു. Now they could pay the full money for their house. Now they are free after 35 years. Biff. Willie had wrong dreams. Okay, അച്ഛനൊരു തെറ്റായ ഡ്രീമിൽ ജീവിക്കുന്ന ആളായിരുന്നു എന്നാണ് ബിഫ് പറയുന്നത്. ചാർലി റെസ്പോൺസ്, a salesman must dream. Biff asks Happy to leave the city with him, but Happy decides to stay in New York and to prove that his father did not die in vain. അങ്ങനെ ബിഫ് ഹാപ്പിയോട് പറയുന്നുണ്ട്, സിറ്റി വിട്ടു പോ. ഓക്കെ, അതായത് ബിഫ് എന്തായാലും സിറ്റി വിട്ട് പോകാൻ നിൽക്കുകയാണ്, നാട് വിട്ട് പോകാൻ നിൽക്കുകയാണ്. എൻ്റെ കൂടെ നീയും പോരുന്ന രീതിയിൽ ബ്രദറിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ബിഫ്. പക്ഷേ ഹാപ്പി പറയുന്നത് എന്താണ്? നോ, എനിക്ക് ന്യൂയോർക്കിൽ തന്നെ ജീവിക്കണം, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, എനിക്ക് നമ്മുടെ അച്ഛൻ മരിച്ചത് വെറുതെ ആയില്ല എന്ന് അച്ഛൻ്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, കാരണം അച്ഛൻ മരിച്ചത് എന്തിനാണ്? അച്ഛൻ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഡെത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻഷുറിൻ്റെ രീതിയിൽ കുറച്ച് പൈസ കിട്ടും ഫാമിലി മെമ്പേഴ്സിന്. അതുകൊണ്ടെങ്കിലും മക്കളൊന്ന് പച്ച പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അച്ഛനിങ്ങനെ സൂയിസൈഡ് ചെയ്തത്. സോ ഹാപ്പി പ്ലാൻസ് ടു വർക്ക് സോ ഹാർഡ് വിത്ത് ദ മണി ഹി ഗോട്ട് ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത്. ഓക്കെ, ആൻഡ് ഹി ഡിസൈഡ്സ് ടു പ്രൂവ് ഹിംസെൽഫ് സക്സസ്ഫുൾ അറ്റ്ലീസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദേഴ്സ് സോൾ. Everybody leaves, but Linda remains at the grave and says he has made the final house payment. അങ്ങനെ എല്ലാവരും ഫ്യൂണറൽ സെറമണി കഴിഞ്ഞ് എല്ലാവരും പോകുന്നു, ലിൻഡ മാത്രം അവിടെ ബാക്കിയാവുന്നു. അങ്ങനെ ലിൻഡ വീണ്ടും പറയുകയാണെന്ത്? നമ്മുടെ വീട്ടിൻ്റെ അവസാനത്തെ പേയ്മെൻറ്റ് ഞാനിന്ന് അടച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തരുന്നൊരു ഹിൻ്റ് എന്താണ്? ഈ വില്ലി ലോമൻ്റെ മരണത്തോട് കൂടിയിട്ട് അവർക്ക് കുറച്ച് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. സോ വിത്ത് ദാറ്റ് മണി കുറച്ചൊക്കെ അവരുടെ ദുരിതങ്ങൾ മാറ്റാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ദ മേജർ ക്വസ്റ്റ്യൻസ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഇതിൽ MCQ ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അത് മറ്റൊരു ഭാഗത്ത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാനിത് MCQ ക്വസ്റ്റ്യൻസ് അല്ല, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും മേജർ ഏരിയാസ് നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആസ് ആൻ എക്സ്പ്രഷനിസ്റ്റിക് പ്ലേ. എന്താണ് എക്സ്പ്രഷനിസം എന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, so I will tell you about what is expressionism. It was a theatrical movement. ഓക്കെ, അപ്പം ഏതൊക്കെ എക്സ്പ്രഷനിസ്റ്റിക് ടെക്നീക്സ് ആണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് PSC ടെസ്റ്റാണ് വരാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വിശദീകരിച്ച് എഴുതേണ്ടി വരും. ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് തിയേറ്ററിക്കൽ ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് നാം മിക്കവാറും ചോദിക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ എക്സ്പ്രഷനിസം എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അതല്ല ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ചോദിക്കും എന്ത്? വാട്ട് ആർ ദ എക്സ്പ്രഷനിസ്റ്റിക് ടെക്നീക്സ് എംപ്ലോയിഡ് ബൈ ആർതർ മില്ലർ ഇൻ ഹിസ് പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടി വരും. അത് നമുക്ക്
എക്സ്പ്രഷനിസം എന്നുള്ള ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ. ദെൻ സോഷ്യൽ റിയലിസം ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഓക്കെ, ഇവിടെ പറയേണ്ട ഒരു പോയിൻ്റ്, ട്രാജഡിയെക്കുറിച്ച് ഒരു സ്പെഷ്യൽ കോൺസെപ്റ്റ് ഉള്ള ആളായിരുന്നു ആര്? ആർതർ മില്ലർ. ഇപ്പം നമ്മുടെ ഏൻഷ്യൻറ്റ് പ്ലേ റൈറ്റുകൾ കാര്യമൊക്കെ നോക്കുമ്പോൾ സഫോക്ലീസ്, ഈറിപ്പിഡസ് പോലുള്ള ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ഡ്രാമറ്റിസ്റ്റുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജാവ്, രാജ്ഞി, പ്രഭുക്കളും ഇവരെ ഇങ്ങനെ എലീറ്റ് ക്ലാസ്സിലെ മെമ്പേഴ്സായിരുന്നു എന്ത്? മിക്കവാറും ട്രാജിക് ക്യാരക്ടേഴ്സ്. ഷേക്സ്പിയറിലാണെന്നുണ്ടെങ്കിലും കിങ് ലിയർ, ഹാംലെറ്റ്, ഒതല്ലോ ഒക്കെ എലീറ്റ് ക്ലാസ്സിലുള്ള ക്യാരക്ടേഴ്സാണ്, മിക്കവാറും ട്രാജിക് ഹീറോസ്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ആർതർ മില്ലേഴ്സ് പ്ലേസ്, മില്ലർ ബിലീവ്സ് ദാറ്റ് കോമൺ മാൻ ഈസ് ദ ആപ്റ്റ് ക്യാരക്ടർ ഫോർ ട്രാജഡി. ഓക്കെ, അതുകൊണ്ട് ഈ കോമൺ മാൻ്റെ ലൈഫ് അവതരിപ്പിക്കുമ്പോഴാണ് എന്ത് കൂടുതലും ഒരു യൂണിവേഴ്സലായിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ ട്രാജഡി അവതരിപ്പിക്കുന്ന സമയത്ത് അതൊരു സെക്ഷൻ ഓഫ് പീപ്പിളിനെ മാത്രം അപ്പീൽ ചെയ്യുന്ന ഒരു ഡ്രാമയായിട്ട് മാറും. ഓക്കെ, സോ അപ്പം ഈ 1929 ശേഷം അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പടർന്ന് പിടിച്ച ദി ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ച ഒരുപാട് കുടുംബങ്ങളിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയായിരുന്നു ഏത്? വില്ലി ലോമൻ്റെ ഫാമിലിയും. ഓക്കെ, അവരുടെ ദുരിതങ്ങളും വില്ലി ലോമൻ്റെ ആത്മഹത്യയും ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഡ്രാമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. സിംബലിസം ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഒരുപാട് സിംബൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് കാറ് മൂവ്മെൻറ്റിൻ്റെ, മൊബിലിറ്റിയുടെ ഒരു സിംബലാണ്. ഓക്കെ, അപ്പം ഈ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള വില്ലി ലോമൻ വർക്ക് ചെയ്യുന്നതിന് ട്രാവലിംഗ് സെയിൽസ്മാനായിട്ടാണ്. കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഫിസിക്കലി മൂവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും മെൻ്റലി അദ്ദേഹം മൂവ് ചെയ്യുന്നേയില്ല. ഹി ഈസ് സ്റ്റക്ക് ഇൻ ഹിസ് പാസ്റ്റ്. ഓക്കെ, 1929 ആ ഗ്രേറ്റ് ഡിപ്രഷന് മുമ്പ് നല്ല ചാമിങ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജോലിയൊക്കെ കിട്ടുമായിരുന്നു അമേരിക്കയിൽ. പക്ഷേ അതൊക്കെ ഇപ്പോഴും മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ അദ്ദേഹം പരാജയപ്പെടുന്നു. അതാ പറഞ്ഞത് എന്ത്, ഒരു മെൻ്റലി അദ്ദേഹം അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അദ്ദേഹം മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സിമ്പിളാണിത് കാർ. അപ്പോൾ കാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇമ്മൊബിലിറ്റിയെ അല്ല, പകരം മൊബിലിറ്റിയെയാണ് മൂവ് ചെയ്യുന്നത്. ഫിസിക്കൽ മൊബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഗ്രേ സൂട്ട്. ഫസ്റ്റ് സീനിൽ തന്നെ ഇദ്ദേഹം കടന്നു വരുമ്പോൾ വില്ലി ധരിക്കുന്ന ഡ്രസ്സ് എന്താണ്? ഗ്രേ സൂട്ടാണ്. ആ ഗ്രേ കളർ എന്തിനെ കാണിക്കുന്നു? ഗ്രേ ചില സമയത്ത് ഡെത്തിൻ്റെ സിമ്പിളായിട്ട് വരാറുണ്ട്, ചില സമയത്ത് ഒരു നാശത്തിൻ്റെ സിമ്പിളായിട്ട് വരാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് ഗ്രേ കളറിനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നീക്കായിരുന്നു ഫോർ ഷാഡോയിങ് ടെക്നീക്ക്. വരാൻ പോകുന്ന ഒരു ട്രാജഡിയെ കുറിച്ചൊരു സൂചന തരുന്ന ടെക്നീക്കാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രേ കളറിനെ കാണാൻ പറ്റും. പിന്നെ വെസ്റ്റിലേക്ക് പോവാം. അതായത് വില്ലി ലോമൻ്റെ ബ്രദറായിട്ടുള്ള ബെൻ, ഹി ഹാഡ് ഗോൺ ടു ദ വെസ്റ്റ് ആൻഡ് ഹി ബിക്കെയിം വെരി സക്സസ്ഫുൾ മാൻ ആൻഡ് കെയിം ബാക്ക്. ഓക്കെ, അപ്പം അങ്ങനെ വെസ്റ്റിലേക്ക് അതുകൊണ്ടാണ് എന്ത് ബിഫും ഹാപ്പിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഈ വെസ്റ്റിലേക്ക് പോകുന്ന കാര്യം. ഓക്കെ, നമ്മുടെ നാട്ടുകാരൊക്കെ പല ആളുകളും ഗൾഫിലേക്ക് പോകുന്ന കാര്യം പറയുന്ന പോലെ. ഓക്കെ, ഒരു ഭാഗ്യാന്വേഷണത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ വെസ്റ്റ് വരുന്നത്. പിന്നെ സീഡ്സ്. വില്ലി ലോമൻ്റെ സൂയിസൈഡിന് തൊട്ട് മുമ്പ് അവൻ ഒരു സീഡ്സിൻ്റെ കടയിൽ പോയിട്ട് വിത്തുകൾ വാങ്ങുന്നു, ഗാർഡനിൽ സീഡുകൾ നടുന്നു. ഓക്കെ, എന്നിട്ടാണ് എന്ത്, അതിനിടയിലാണ് ബെന്നുമായിട്ടുള്ള ഒരു സംസാരം അവൻ ഇമാജിൻ ചെയ്യുന്നു. വളരെ പെട്ടെന്ന് കാർ എടുത്തിട്ട് വളരെ ഹാർഷായി ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ ഹി കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ആ സീഡുകൾ നടുക എന്നുള്ളത് എന്താണ്? നമ്മൾ സീഡ് നടുക എന്ന് പറയുമ്പം ഭാവിയിലേക്കുള്ളൊരു വാഗ്ദാനമാണ് ഒരു വിത്ത് നടുക എന്നുള്ളത്. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് മരിക്കുന്ന സമയത്തെങ്കിലും എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഭാവിയിലേക്കുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത്, ഹീ പ്ലാന്റ്സ് ദോസ് സീഡ്സ്. ഓക്കെ, അപ്പം ഇതുവരെ മക്കൾക്ക് വേണ്ടി കാര്യമായിട്ട് ഒന്നും ചെയ്ത് കൊടുക്കാൻ ഈ അച്ഛന് കഴിയുന്നില്ല. അതിൻ്റെ കുറ്റബോധം അച്ഛനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതും കൂടിയാണ് അച്ഛനെ ഈ ഒരു സൂയിസൈഡിലേക്ക് നയിച്ചിട്ടുള്ളത്, ആ കുറ്റബോധം. Okay, so towards the end of his life, at least he is planting some seeds in the garden. Okay, as a promise for the future. Then stockings. ലിൻഡ ലോമൻ അടുക്കളയിൽ ഇരുന്നിട്ട് സ്റ്റോക്കിങ്സ് ഇങ്ങനെ റിപ്പയർ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര കുറ്റബോധം വരുന്നുണ്ട് ആർക്ക്? വില്ലി ലോമൻ. കാരണം സ്വന്തം ഭാര്യ ഓൾറെഡി ഉള്ള സ്റ്റോക്കിങ്സിനെ റിപ്പയർ ചെയ്തുകൊണ്ട് തുന്നിക്കൂട്ടി വീണ്ടും യൂസ് ചെയ്യുന്നു. എന്നാൽ
ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചിലവഴിക്കേണ്ട ക്യാഷ് കൊണ്ട് വില്ലി ലോമൻ എന്ത് ചെയ്യുന്നു, വേറെ ഏതൊക്കെയോ സ്ത്രീകൾക്ക് പലതും വാങ്ങിക്കൊടുക്കുന്നു, പല ഗിഫ്റ്റുകളും വാങ്ങിക്കൊടുക്കുന്നു, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. സോ വെൻ വില്ലി ലോമൻ സീസ് ഹിസ് വൈഫ് ലിൻഡ repairing her stockings, it makes him very much guilty. ഓക്കെ, അപ്പം ഗിൽറ്റിൻ്റെയും അതപ്പോൾ അതേ സമയത്ത് തന്നെ സ്വന്തം ഭാര്യയോട് ഇദ്ദേഹം കാണിച്ച ഒരു ഡിസെപ്ഷൻ, ചതി, അതുപോലെ ബിട്രയൽ, അതിൻ്റെയും കൂടി സിമ്പിളാണ് സ്റ്റോക്കിങ്സ്. വില്ലി ഹിംസെൽഫ് ഇസ് എ സിംബോളിക് ക്യാരക്ടർ ആസ് ഹി റെപ്രസെൻറ്റ്സ് മോഡേൺ അമേരിക്കൻ മിഡിൽ ക്ലാസ് സൊസൈറ്റി കോട്ട് ഇൻ ദ ഡിസെപ്റ്റീവ് അമേരിക്കൻ ഡ്രീം. ഓക്കെ, ഒരു അമേരിക്കൻ ഡ്രീമിൽ കുടുങ്ങിപ്പോയ, റിയാലിറ്റി തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു മോഡേൺ അമേരിക്കൻ ജനതയുടെ ഒരു പ്രതീകം കൂടിയായിട്ട് വില്ലിയെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംബോളിക് ക്യാരക്ടറായിട്ട് കാണാൻ പറ്റും. ബ്ലെൻഡ് ഓഫ് റിയലിസം ആൻഡ് എക്സ്പ്രഷനിസം ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്നുണ്ട് നമുക്കൊരു, ഞാൻ പറഞ്ഞു, സോഷ്യൽ റിയലിസം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് നേരത്തെ ഒരു ടോപ്പിക്കായിട്ട് ഇവിടെ വന്നത്, സോഷ്യൽ റിയലിസം ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. അപ്പോൾ അവിടെ സോഷ്യൽ ലൈഫിനെ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? ദർ ആർ മെനി എക്സ്പ്രഷനിസ്റ്റിക് ടെക്നിക്സ് എംപ്ലോയിഡ് ബൈ ദ ഡ്രാമറ്റിസ്റ്റ്. ദെൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആൻഡ് അമേരിക്കൻ ഡ്രീം. ഈ അമേരിക്കൻ ഡ്രീം എന്നുള്ള ഇതാണ്, അതായത് യു ക്യാൻ ബി സക്സസ്ഫുൾ ഓൺലി ബിക്കോസ് ഓഫ് യുവർ ചാം, യുവർ അപ്പിയറൻസ്, യുവർ സ്മാർട്ട്നെസ് എന്നുള്ളൊരു തോന്നലായിരുന്നു വില്ലി ലോമൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഐദർ അൺലെസ് യു വർക്ക് വെരി 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 ഹാർഡ്, അൺലെസ് യു ആർ ഇൻ്റലിജൻറ്റ്, യു ആർ നെവർ ഗോയിങ് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പക്ഷേ അത് തിരിച്ചറിയാൻ ആര് പരാജയപ്പെടുന്നു? വില്ലി ലോമൻ പരാജയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പരാജയം അയാളുടെ മക്കളിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആസ് എ മോഡേൺ ട്രാജഡി. ഓക്കെ, നമ്മൾ മോഡേൺ ട്രാജഡി ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ കോമൺ മാൻ ആണ് പ്രധാനമായിട്ടും ഒരു ട്രാജിക് ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ മോഡേൺ തിയേറ്ററിക്കൽ ടെക്നീക്കാണ് എക്സ്പ്രഷനിസം. ഓക്കെ, പിന്നെ ഈ കോമൺ മാൻ ഒരു ട്രാജിക് ക്യാരക്ടറായിട്ട് വരുമ്പോൾ അതെങ്ങനെ കൺവെൻഷണൽ ട്രാജഡിയിൽ നിന്നും വ്യത്യസ്തമാകുന്നു. കൺവെൻഷണൽ ട്രാജഡിയിൽ എന്താണ്, മിക്കവാറും എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ് ഈ ട്രാജിക് ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ അത് കോമൺ മാൻ ആണ്. ഓക്കെ, ആ ഡിഫറൻസൊക്കെ ഇവിടെ പറയാം. വില്ലി ലോമൻ ആസ് എ ട്രാജിക് ഹീറോ. ഓക്കെ, വില്ലി എങ്ങനെയാണ് ഒരു ട്രാജിക് ഹീറോ ആയിട്ട് മാറുന്നത്? അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ്, ട്രാജഡി ആൻഡ് ദ കോമൺ മാൻ എന്നുള്ള ഒരു എസ്സേ എഴുതിയിട്ടുണ്ട് ആർതർ മില്ലർ. അതിലാണ് കോമൺ മാൻ ആണ് ഒരു ട്രാജഡിയൊക്കെ പറ്റിയ ഏറ്റവും ആപ്റ്റ് ക്യാരക്ടർ അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഓക്കെ, ആ എസ്സേയെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്തുകൊണ്ട് കോമൺ മാൻ, എന്തുകൊണ്ട് മിഡിൽ ക്ലാസ് ക്യാരക്ടേഴ്സ്, എന്തുകൊണ്ട് സെറ്റിംഗ് 1940s. ഓക്കെ, അതുപോലെ ആ ഒരു സോഷ്യൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും കൂടി പറയാം. അതായത് ആഫ്റ്റർ ദ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ, ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലായ്മ, പട്ടിണി, ഓക്കെ, അത് ആ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ, മെക്കനൈസേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ജോലികൾ തന്നെ മെഷീൻസ് ചെയ്യാൻ തുടങ്ങി. പീപ്പിൾ ലോസ്റ്റ് ജോബ്. ഓക്കെ, അതുപോലെ തന്നെ വില്ലിയെപ്പോലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പല ആളുകളും അമേരിക്കൻ ഡ്രീമിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു. ദേ ഡിഡ് നോട്ട് റിയലൈസ് ദ പ്രസൻറ്റ് കണ്ടീഷൻ. ഓക്കെ, ആർതർ മില്ലേഴ്സ് കോൺസെപ്റ്റ് ഓഫ് ട്രാജഡി. ട്രാജഡിയെക്കുറിച്ചുള്ള ആർതർ മില്ലറിൻ്റെ കോൺസെപ്റ്റ്, നേരത്തെ പറഞ്ഞ ആ കോൺസെപ്റ്റുകളൊക്കെ തന്നെ. ഫ്ലാഷ് ബാക്ക് ടെക്നീക്ക് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഫ്ലാഷ് ബാക്ക് ടെക്നീക്ക് നമ്മൾ എവിടെ പറയും? വി വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് വെൻ വി ഡിസ്ക്രൈബ് ദ ടേം എക്സ്പ്രഷനിസം. Okay, so these are the major analytical questions we can expect from the play Death of a Salesman, and in the next class I will be coming with some multiple choice questions. Okay, some objective questions. We will discuss it later. Okay, so now I hope you have got an idea about, a detailed idea about the play Death of a Salesman by Arthur Miller. We discussed about the author, his major works, the major characters of the play, then the setting of the play, and a detailed plot analysis. And we also talked about the expecting analytical questions from the play by Arthur Miller. Okay, so thank you.